നമസ്കാരം. ഇന്ത്യയിൽ നിന്ന് വായ്പ എടുത്ത പണം തിരികെ അടയ്ക്കാൻ കുറച്ചുകൂടി സമയം തങ്ങൾക്ക് അനുവദിക്കണം എന്ന അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു. ഇന്ത്യയുമായുള്ള സൗഹൃദം തുടരാൻ ആഗ്രഹമുണ്ട് എന്നും മാലിദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി ഇന്ത്യ തന്നെ ആയിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതെപ്പോഴും ഇന്ത്യ തന്നെ ആയിരിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുകൂടി മുഹമ്മദ് മുയ്സു പറയുന്നുണ്ട്. ഏകദേശം $400.9 ഇന്ത്യക്ക് മാലിദ്വീപ് തിരികെ നൽകാനുള്ളത്. ഏപ്രിലിൽ മാലിദ്വീപിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന വന്നിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. സഖ്യകക്ഷികളായി തുടരാൻ തങ്ങൾക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് എന്നുകൂടി മുയ്സു പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാലിദ്വീപിന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മാനുഷിക സഹായങ്ങൾ വരും വർഷങ്ങളിലും നിങ്ങൾ തുടരണം എന്ന അഭ്യർത്ഥന കൂടി മുയ്സു മുന്നോട്ട് വെക്കുന്നുണ്ട്. വായ്പ അടച്ചു തീർക്കാൻ കാലാവധി നീട്ടണമെന്നും ഇളവുകൾ അനുവദിക്കണം എന്നുമാണ് മുഹമ്മദ് മുയ്സു കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മാലിദ്വീപ് സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാവുന്നതിലും ഭാരിച്ച വായ്പകളാണ് ഇന്ത്യയിൽ നിന്നും മാലിദ്വീപ് എടുത്തിട്ടുള്ളത് എന്നുകൂടി മുഹമ്മദ് മുയ്സു പറഞ്ഞിരിക്കുന്നു. ഒരിടയ്ക്ക് ഇന്ത്യയുമായുള്ള സഖ്യകക്ഷി ബന്ധം പൂർണ്ണമായും തകർന്ന നിലയിലേക്ക് എത്തിയിരുന്നു മാലിദ്വീപിന്. അവിടെ പകരം കയറി കൂടിയത് ചൈനയായിരുന്നു. പക്ഷേ ഇപ്പോൾ മാലിദ്വീപ് തന്നെ ആവശ്യപ്പെടുന്നു തങ്ങളുടെ വായ്പ തിരികെ അടയ്ക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്ന്. ഇപ്പോഴും സഖ്യകക്ഷികളായി തുടരാനും താല്പര്യമുണ്ട് എന്ന് മാലിദ്വീപ് പറയുമ്പോൾ അവർ വീണ്ടും ഒരു പുനരാലോചനയ്ക്ക് വിധേയരായിട്ടുണ്ടോ എന്ന ചർച്ചകളാണ് ലോകമെമ്പാടും നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.